രണ്ടാമത്തെ മകനാണ്. മൂത്തവൻ ഒരു കഥകളിക്കാരനാണ്. സൂര്യലാൽ എന്നെ പോലെ തന്നെ നാടകത്തിലും സിനിമയിലും ഒട്ടേറെ സിനിമ ചെയ്തു. പക്ഷെ അതൊന്നും ഇത്ര കാര്യമായിട്ട് എടുത്തില്ല. നമ്മളെ നമുക്കവിടെ കാതല് തുടങ്ങിയിട്ടില്ല. വേദ സിനിമ അവാർഡാണ്. അപ്പോൾ അവാർഡ് പടത്തിന്റെ ഒരു അംഗം കൂടിയാണ്. അപ്പോൾ ഈ സിനിമയിലും സ്വപ്നങ്ങൾ വിൽക്കുന്ന ചന്ദ്രനഗർ ആ പടത്തിലെ ഒരു നായകനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് അഭിനയിക്കുന്ന കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. നാടകത്തിൽ ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുക. പുതിയ താരങ്ങൾ ഉയർന്നു വരട്ടെ. എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ അവർക്കൊക്കെ ഉയർന്നു വരാൻ അവസരം ഉണ്ടാവും. മകന്റെ കഴിവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ അഭിനയിക്കാനാണോ അതോ ഡയറക്റ്റ് ചെയ്യാനാണോ? നാടകത്തിൽ ചെറുപ്പം മുതലേ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ടവൻ. ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന ഒരാൾക്ക് പിന്നെ സിനിമ അത്ര പോരാൻ തോന്നും. ആ തോന്നൽ അവനുണ്ട്. നാടകത്തിലെ കഥാപാത്രങ്ങളൊന്നും സിനിമയിൽ കിട്ടാൻ സാധ്യത കുറവല്ലേ. വരുമായിരിക്കും, കിട്ടുമായിരിക്കും. അവനൊക്കെ ഇനിയും അവസരങ്ങളുണ്ടല്ലോ. എനിക്കാണെങ്കിൽ അവസരം ഇല്ലാത്തത്. ഈ നാടകത്തിൽ നിന്നുള്ള വ്യത്യസ്തത എന്തായിരിക്കും സിനിമയിൽ നിന്നാണ് മകനോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? അല്ല, അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നോടൊപ്പം തന്നെ സിനിമയിലേക്ക് അവൻ വന്നിട്ടുണ്ട്. അഭിനയത്തിൽ രണ്ട് തന്നെയാണ്. അത് നാടകത്തിൽ അഭിനയിക്കുന്നത് വേറെ, സിനിമയിൽ അഭിനയിക്കുന്നത് വേറെ. രണ്ടും രണ്ട്. മെയിൻ പ്രത്യേകത എന്തായിരിക്കും? പറഞ്ഞാൽ കുറേ കൂടി പോപ്പുലാരിറ്റി കിട്ടുന്ന ആൾക്കാർ പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മസംതൃപ്തി നൽകുന്നത് നാടകം തന്നെയാണ്. മറ്റത് കാശ് കിട്ടും. കാശ് കിട്ടില്ല. നാടകം കാശ് കിട്ടില്ല, പ്രശസ്തി ഉണ്ടാവില്ല. സിനിമയാകുമ്പോൾ കാശും കിട്ടും, പ്രശസ്തി കിട്ടും. ഈ സിനിമ എന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്ത് വരുന്നതാണ്. നാടകം വെച്ചാൽ ഓൺ ദ സ്പോട്ട് അഭിനയിച്ച് തീർന്നു പോകുന്ന സംഭവമാണ്. ആ രണ്ടും തമ്മിലുള്ള ഡിഫറൻസിൽ എന്താണ് മകനോട് ഒരു ഉപദേശം? മകന് ഉപദേശിക്കേണ്ട കാര്യമില്ല. അവൻ എന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു നാടകം അവനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, ഞാൻ അഭിനയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ മുകളിലാണ് അവൻ. അപ്പോൾ ആ ഒരു ലെവലിൽ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. പക്ഷെ മോശം വഴികളിലൊന്നും പോവാതിരിക്കാൻ പലപ്പോഴും ഉപദേശിക്കാറുണ്ട്. അങ്ങനെ പോയിട്ടല്ല. കള്ളുടിക്കില്ല, കഞ്ചാവ് വലിക്കില്ല, ക്യാൻസർ വെക്കില്ല. മോനെ എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞില്ല. മകനെ കുറിച്ച് അച്ഛൻ പറയുന്ന വാക്കുകൾ മകൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളല്ലേ? ഇല്ലേ? അങ്ങനൊന്നുമില്ലേ? കേൾക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യണ്ടല്ലോ. നാടകത്തിൽ നിന്ന് സിനിമയിൽ വന്നപ്പോ എന്ത് പ്രത്യേകതയാണുള്ളത്? പോപ്പുലാരിറ്റി ഒന്നും അല്ലാതെ സിനിമയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ സിനിമയിൽ നിൽക്കില്ല, നാടകം എപ്പോഴും ചെയ്യുന്നുണ്ട്. എന്നാലും സിനിമയിൽ ജസ്റ്റ് ഒരു പുതിയൊരു അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്താണ് തോന്നുന്നത് സിനിമയിൽ അഭിനയത്തെ കുറിച്ച്? എന്താ തോന്നുന്നത്? അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നാടകത്തിലില്ല, സിനിമയൊന്നുമില്ല, അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എവിടെ കിട്ടിയാലും. സിനിമ മാത്രമല്ല, ഷോർട്ട് ഫിലിം ചെയ്യാറുണ്ട്, ആഡ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ആക്ടിങ്ങിനേക്കാൾ ഉപരി ഒരു സംവിധായകനാവാനാണ് താല്പര്യം എന്ന് എനിക്ക് തോന്നുന്നു. സംവിധാനത്തിൽ ചില ട്രിക്കുകളൊക്കെ ഇന്നത്തെ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സംവിധായകനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ അങ്ങനെയുള്ളതൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. നാടകവും സംവിധാനം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഹെവി പ്ലേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 10-28 പേരെ വെച്ചിട്ടുള്ളൊരു നാടകം. എൻ്റെ വീട്ടിലൊരു തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിൽ അതിൻ്റെ ഡയറക്ഷൻ പുള്ളിയാണ് ഏറ്റെടുത്തത്. ഗുരുവായൂർ എൻ്റെ വീട്ടിൽ സ്നേഹക്കൂട് എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഉണ്ട്. വന്നാൽ കാണാം. ഒരു 10-60ഓളം അംഗങ്ങൾ അതിൽ ചേക്കേറിയിട്ടുണ്ട്. അപ്പോൾ നാടകമായിട്ടും ഷോർട്ട് ഫിലിമായിട്ടും സിനിമയായിട്ടും ഇനിയിപ്പോൾ ഒരു വെബ് സീരീസിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ തുടക്കപ്പെടുന്നതാണ് തുടങ്ങുന്നത്. ഒരു അതിന് പ്രാപ്തയായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ നമ്മളോട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആയി വരട്ടെ. പരാതികളൊന്നുമില്ലാതെ, കാരണം പരാതികളുടെ സമയമാണ് ഇപ്പോൾ. പരാതികളൊന്നുമില്ലാതെ ഒരു കറ തീർന്ന അവർക്ക് നിലനിൽപ്പിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരല്പം ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിലേ സിനിമയിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു വിഭാഗം ചിന്തിക്കുമ്പോൾ ഇതൊന്നുമില്ലാതെയും സിനിമ കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ. പരാതികളൊക്കെ എത്രത്തോളം വാല്യുബിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം പരാതികൾ ഇപ്പം ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, പരാതികളുണ്ട്. എനിക്ക് അവനെ കുറിച്ച് പരാതികളുണ്ട്, അവന് എന്നെ കുറിച്ച് പരാതികളുണ്ട്. അതിനപ്പുറത്തൊരു പരാതിയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനുമില്ല. അതൊക്കെ ഓരോരുത്തർ അവനവൻ നന്നാവുക എന്നുള്ളൊരു രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നു. അവനവൻ നന്നായി കഴിഞ്ഞാൽ എല്ലാം നന്നായി.
അല്ലേ? അങ്ങനെയല്ലേ? അതെ, അതെ. അപ്പൊ അവനവൻ നന്നാവുക.